السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا وحبيبنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐശ്വര്യം, അത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. അൽ ഗിന, ഗിന നഫ്സ്. ഗിന ഗിന എന്ന് പറയും നമ്മൾ അറബിയിൽ ഐശ്വര്യത്തിന്. ഗനിയ് ഐശ്വര്യവാൻ, ധനികൻ എന്ന ആളെപ്പറ്റി നമ്മൾ ഗനിയ് എന്ന് പറയാറുണ്ട്. എന്നാൽ ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യം. മനസ്സിൻ്റെ ഐശ്വര്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ഐശ്വര്യം. നമ്മൾ പറയാറുണ്ടല്ലോ, കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചു കുടിൽക്കെത്ര നിദ്രാസുഖം. എന്തുകൊണ്ടാണ്? മനസ്സ് വളരെ സുഖമുള്ളത് കൊണ്ടാണ്. ഒരു ഹദീസ് കേൾക്കാം. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അന്നഹു ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ അബൂദർ, അല്ലയോ അബൂദറെ, അതറ, നിനക്കറിയുമോ, മൽ ഗിന വൽ ഫഖർ, എന്താണ് ഐശ്വര്യം എന്നുള്ളതും എന്താണ് ദാരിദ്ര്യം എന്നുള്ളതും നിനക്കറിയുമോ? ദാരിദ്ര്യത്തിൻ്റെ നേരെ വിപരീത വചനമാണല്ലോ ഗിന അഥവാ സമ്പത്ത്, സാമ്പത്തികാവസ്ഥ, ഐശ്വര്യാവസ്ഥ എന്നുള്ളത്. അപ്പോൾ എന്താണ് സമ്പത്തുള്ള അവസ്ഥ എന്നും എന്താണ് ദാരിദ്ര്യാവസ്ഥ എന്നും നിനക്കറിയുമോ അബൂദറെ? എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നമൽ ഗിന ഗിനൽ ഖൽബ് വൽ ഫഖറ ഫഖറുൽ ഖൽബ്. സാമ്പത്തികാവസ്ഥ, ഐശ്വര്യാവസ്ഥ എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്. ദാരിദ്ര്യാവസ്ഥ എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ ദാരിദ്ര്യമാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ഉപദേശിക്കാറുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ മകനോട്? യാ ബുനയ്യ, അല്ലയോ പൊന്നുമോനെ, ഇദാ ത്വലബ്ത ദുനിയ, നീ ഭൗതിക ലോകത്തിൻ്റെ സുഖാനുഭൂതിയെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ തേടുകയാണെങ്കിൽ ഫത്ലുബുഹു ബിൽ ഖനാഅ, ഖനാഅത്തോടുകൂടെ നീ ദുനിയാവിനെ തേടണം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും ഉള്ളതിൽ അഭിരമിക്കാനും ഉള്ള വിശാലമായ മനസ്സാണ്. എല്ലാ കാര്യങ്ങളും കിടക്കുന്നത് മനസ്സിലാണ്. എത്ര കിട്ടിയാലും ശതമാകണം, ശതമാകുകിൽ പിന്നെ അത് സഹസ്രമാകണം എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. 21-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നൊരു മഹത്തായ കാവ്യ തല്ലജം മലയാളികൾക്ക് സമർപ്പിച്ച മഹാകവി അക്കിത്തം ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് പുലർച്ചെ 7 മണിക്ക് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. മലയാളക്കരയിൽ ജീവിച്ചിരിപ്പുള്ള ഏക മഹാകവിയാണ് 94 വയസ്സുകാരനായിരുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരി അവർകൾ. അദ്ദേഹം ഇന്ന് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ ഒരുപാട് ഈ നമ്മുടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനെ പറ്റിയും ആധുനിക മലയാളി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ മത്സരിക്കുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഊശിക്കുടമ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞു ഞാൻ, ഒത്തുവായി കൊണ്ടു ജപിക്കേണ്ട നാവിനാൽ ഓക്കാനമേകുന്ന മീനൂമിറച്ചിയും എന്ന് പറഞ്ഞാണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കുലങ്ങളിൽ വരുന്ന ചില യുവാക്കളിൽ ഉണ്ടായ മാറ്റത്തെപ്പറ്റി വളരെ പരിതപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ മത്സരിക്കാൻ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ മനുഷ്യനാരും തയ്യാറാകുന്നില്ല. അവിടെയാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിച്ച ഉപദേശത്തിൻ്റെ വ്യാപ്തി നമുക്ക് ബോധ്യപ്പെടുന്നത്. യാ ബുനയ്യ ഇദാ ത്വലബ്ത ദുനിയ, അല്ലയോ പൊന്നുമോനെ, നീ ദുനിയാവിനെ തേടുകയാണെങ്കിൽ ഫത്ലുബുഹു ബിൽ ഖനാഅ, നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ഖനാഅത്ത് കൊണ്ട് ദുനിയാവിനെ തേടണം. ഫഇന്ന മൻ ലം യകുൽ ലഹു ഖനാഅ, ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയില്ലാത്തവൻ, ലം യുഗ്നിഹി മാലുൻ, എത്ര ധനം കിട്ടിയാലും അവനെ ആ ധനങ്ങളൊന്നും ഐശ്വര്യവാനാക്കൂല. അപ്പോൾ എത്ര കിട്ടിയാലും മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു, കൊച്ചു കുടിൽക്കെത്ര നിദ്രാസുഖം. ഇനി നോക്കുക, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞ ഖനാഅത്തുമായി ബന്ധപ്പെട്ട മനസ്സിൻ്റെ ഐശ്വര്യവും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം മഹാനായ ഇസ്ലാമിക പണ്ഡിത ചക്രവാളത്തിലെയും സൂഫി ചക്രവാളത്തിലെയും മഹാനായ പൗർണമി ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖന്നഅ ത്വാബ ഐശുഹു വമൻ ത്വമഅ ത്വാല തൈശുഹു. ഒരാൾ ആരെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം സംതൃപ്തമായി. അല്ല, ഒമൻ ത്വമ, വീണ്ടും വീണ്ടും കിട്ടട്ടെ കിട്ടട്ടെ എന്നാഗ്രഹിക്കുകയാണെങ്കിൽ
അവൻ്റെ ജീവിതം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവിതമാകും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കാത്ത ജീവിതമായി മാറും. ഖനാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശീലമായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഖൽതു അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗുർഫത്തിൻ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ ഒരു റൂമിലേക്ക് ഞാൻ കയറി. കഅന്നഹാ ബൈതു ഹമ്മാം, അത് ഒരു പ്രാവിൻ്റെ കൂട് പോലെയാണ്. ഫകാന ഇദാ അറാദ അൻ യസ്ജുദ ഫീ സ്വലാത്തിൽ ലൈലി, ആ റൂമിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീറ്റ് സുജൂദിലേക്ക് പുറപ്പെടണമെങ്കിൽ കഫത്ത് ആയിഷത്തു റിജ്ലഹ, അവിടെ ആ നിലത്ത് ആ പൂമുഖത്ത് കാല് നിവർത്തി പുൽപ്പായയിൽ ഈന്തപ്പനയോലകളെ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പായയിൽ കാലി നിവർത്തി കിടന്നുറങ്ങുന്ന സഹധർമ്മിണിയായ പ്രിയതമയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ ആ നിവർത്തിവെച്ച കാലുകളെ മടക്കി വെക്കണം, പുണ്യപ്രിയതമന് സുജൂദ് ചെയ്യാൻ ആ റൂമിൽ ഒരു സ്പേസ് കിട്ടണമെങ്കിൽ. അതായിരുന്നു അവിടുത്തെ വീടിൻ്റെ അവസ്ഥ എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട് സന്ദർശിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫഖാല അദ്ഉല്ലാഹ യാ റസൂലല്ലാഹ് അൻ യുവസ്സിഅ അലാ ഉമ്മതിക ഫഖദ് വുസ്സിഅ അലാ ഫാരിസ് വറൂം. നബിയെ, അങ്ങയുടെ സമുദായത്തിന് കുറച്ചുകൂടി സൗകര്യവും വിശാലതയും കിട്ടാൻ അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. പേർഷ്യക്കും റോമയ്ക്കും അവിടുത്തെ രാജാക്കന്മാർക്കും രാജാധിപത്യങ്ങൾക്കും വലിയ സൗകര്യങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ. ഫഖാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, അഫീ ശക്കിൻ അൻത ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകനായ ഉമറെ, നീ സംശയത്തിലാണോ? ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും തയ്യിബാതുഹും, അവരൊരു വിഭാഗം ആളുകളാണ്, അവരുടെ അനുഭൂതികളെ മുഴുവൻ അവർക്ക് ധൃതി പിടിച്ച് നാം കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ലോകത്തോടുകൂടെ അവരുടെ അനുഭൂതി കഴിഞ്ഞു, ഈ ലോകത്തോടുകൂടെ അവരുടെ ഐശ്വര്യങ്ങൾ കഴിഞ്ഞു, ഈ ലോകത്തോടുകൂടെ അവരുടെ ആഡംബരങ്ങൾ തീർന്നു. ഉലൈക ഖൗമുൻ, അവരൊരു വിഭാഗം ജനതയാണ്. ഉജ്ജിലത് ലഹും തയ്യിബാതുഹും, അവരുടെ സുഖാഐശ്വര്യങ്ങളെല്ലാം അവർക്ക് നാം വേഗം കൊടുത്തിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടാത്തതായത് കൊണ്ടല്ല, കിട്ടാക്കനിയായത് കൊണ്ടല്ല, വേണ്ട എന്ന് വെച്ചത് കൊണ്ട് തന്നെയാണ്. ഒരു സ്ത്രീ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുടെ കൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ ആയിഷ ബീബിയുടെ ഒരു സ്നേഹിത ആയിഷ ബീബിയുടെ റൂമിലേക്ക് കയറി വരികയാണ്. പുണ്യനബിയും ആയിഷ ബീബിയും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനത്തിന് വേണ്ടി പുറത്തുപോയ സന്ദർഭമാണത്. ഈ വീട്ടിൽ കയറി വന്നു. ആ സ്ത്രീ കരഞ്ഞു. ഇത്രയും ചെറിയൊരു റൂമിലാണോ ലോകം പടക്കാൻ കാരണക്കാരനും എന്നെ പടക്കാൻ കാരണക്കാരനുമായ ഹബീബ് കിടന്നുറങ്ങുന്നത്, ഹബീബിൻ്റെ പ്രിയതമയായ അങ്ങ് ആയിഷ കിടന്നുറങ്ങുന്നത്? എന്നിട്ട് ഫബഅസത് ബിഫിറാഷിഹ, ആ സ്ത്രീ തൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു മനോഹരമായ കമ്പിളിപ്പുതപ്പ് ആയിഷ ബീവിക്ക് കൊടുത്തേക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഫഖാല, വീട്ടിലേക്ക് കയറി വന്ന നബി തങ്ങൾ ചോദിച്ചു, മഹാദായ ആയിഷ, ഇതെന്താ ആയിഷ, നമ്മൾ കാണാത്തൊരു വിരിപ്പ് പുതിയതായിട്ട് റൂമിൽ വന്നിരിക്കുകയാണല്ലോ. ഖാലത്ത്, അപ്പോൾ പറഞ്ഞു, ഫുലാനത്തുനിൽ അൻസാരിയത്തു ബഅസത്ത്, അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു എൻ്റെ സ്നേഹിത നമ്മളെ റൂമൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. ഈ ദൈന്യത കണ്ടപ്പോൾ ആ സ്ത്രീ അവളുടെ വീട്ടിലുള്ള നല്ലൊരു വിരിപ്പ് നമ്മളെ വീട്ടിലേക്ക് കൊടുത്തയച്ചതാണ് നബിയെ. അപ്പോൾ ഫഖാല, നബി തങ്ങൾ പറഞ്ഞു, റുദ്ദ ബിഹി ആയിഷ, ഇത് സ്നേഹത്തോടെ തിരിച്ചു കൊടുക്കണം ആയിഷ. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ലൗ ശിഅ്തു, ഞാനെങ്ങാനും ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഞാനെങ്ങാനും ഇതൊക്കെ കിട്ടണമെന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ, ലഅജറല്ലാഹു മഈ, അള്ളാഹു എൻ്റെ കൂടെ സഞ്ചരിപ്പിക്കുമായിരുന്നു, ജിബാല ദഹബി വൽ ഫില്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മഹാമേരുക്കളായ പർവ്വതങ്ങളെ, അജലങ്ങളെ, ആ പർവ്വതങ്ങളെ തന്നെ എൻ്റെ കൂടെ അയക്കുമായിരുന്നു. ഈ കാണുന്ന ഉഹദ്, ആയിർ, മറ്റ് പർവ്വതങ്ങൾ, മദീനയിലെ അമ്പരത്തെ ചുംബിച്ചു കൊണ്ടിരിക്കുന്ന വിശാല പർവ്വതങ്ങളെ എനിക്ക് അള്ളാഹു സ്വർണവും വെള്ളിയുമാക്കി തരുമായിരുന്നു, പടച്ച റബ്ബ് വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ. പക്ഷേ ഞാനിത് വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് സുഖത്തിനുണ്ടാകും സഖിമാരനേകം, ദുഃഖത്തിനോ പുനരാരുമില്ല എന്ന് നമ്മൾ പൊതുവെ പറയുന്ന പോലെ ഐശ്വര്യങ്ങളെയും അനുഭൂതികളെയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സോട് കൂടെ തന്നെ നമുക്ക് ഫേസ് ചെയ്യാനും അഭിമുഖീകരിക്കാനും സാധിക്കണം. അള്ളാഹു അതിനൊക്കെയുള്ള ഒരു തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം ഐശ്വര്യദായകമാകുന്നതിൻ്റെ കൂടെ തന്നെ ആ ജീവിതത്തോട് കൂടെ
പരിമിതികളോട് പൊരുത്തപ്പെടാനുള്ളൊരു മനസ്സും അള്ളാഹു നമുക്ക് സജ്ജമാക്കി തരട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.